അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ നൂരി ദാത്തി വസിരി സാരി ഫീ സായിരിൽ അസ്മാഇ വസ്സിഫാത്ത് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം വബാരിക്. ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ വളരുകയാണ്. ചെറുപ്രായം മുതലേ അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് വരാനിരിക്കുന്ന നബിയാണെന്നതിൻ്റെ സൂചനകളും നുബുവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുത സംഭവങ്ങളും ഒരുപാട് അബൂ താലിബ് ദർശിക്കുകയാണ്. തൻ്റെ കൂടെയുള്ള യാത്രാവേളയിലും തൻ്റെ മക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും തൻ്റെ കൂടെ കിടന്നുറങ്ങുമ്പോഴും പല സന്ദർഭങ്ങളിലായി വരാനിരിക്കുന്ന നബിയാണ്, പ്രവാചകരാണ് എന്നതിൻ്റെ പലവിധ അടയാളങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് അബൂ താലിബ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരുന്നത്. നബി തങ്ങൾക്ക് 14 വയസ്സു പ്രായമായി. ആ സമയത്ത് നടന്ന ഒരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ പ്രസിദ്ധമാണത്. അള്ളാഹുവിൻ്റെ ഹബീബിന് 14 വയസ്സു പ്രായമാണെന്നാണ് ഇമാം ഇബ്നു ഹിഷാം അടക്കമുള്ള ഒരുപാട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. പിൻകാലത്ത് വന്ന അധിക ചരിത്രകാരന്മാരും ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 20 വയസ്സു പ്രായമായിരുന്നു ഹർബുൽ ഫിജാർ നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരുമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 14 വയസ്സു പ്രായമായപ്പോൾ നടന്ന ഹർബുൽ ഫിജാർ യുദ്ധം, ഫുജൂർ, തമ്മാടിത്തരം, തോന്നിവാസം എന്നൊക്കെ അർത്ഥം വരുന്ന പേരിൽ അറിയപ്പെടുന്ന ഫിജാർ യുദ്ധം. മറ്റൊന്നുകൊണ്ടുമല്ല ആ പേര് വന്നത്. ആ യുദ്ധം നടന്നിരുന്നത് യുദ്ധം നിഷിദ്ധമായ മാസത്തിലായിരുന്നു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. 4 പവിത്രമായ മാസങ്ങൾ. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പേ പവിത്രത ജാഹിലിയ കാലത്തുള്ള ആളുകൾ ഈ 4 മാസത്തിന് കൽപ്പിച്ചിരുന്നു. യുദ്ധം നിഷിദ്ധമാക്കിയായിരുന്നു ആ മാസത്തെ അവർ ആദരിച്ചിരുന്നത്. ഇസ്ലാം പിന്നീട് യുദ്ധത്തിൻ്റെ നിഷിദ്ധത എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിലും ആ മാസങ്ങളുടെ പവിത്രത അംഗീകരിച്ചിട്ടുണ്ട്. അത്തരം യുദ്ധം ഹറാമായ മാസത്തിൽ നടന്ന യുദ്ധമായതുകൊണ്ടാണ് ഹർബുൽ ഫിജാർ എന്നതിന് പേര് വന്നതെന്ന് ചരിത്രത്തിൽ കാണാം. 4 തവണകളിലായി ഹർബുൽ ഫിജാർ യുദ്ധമുണ്ടായിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും പല ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്നുണ്ടായതാണ്. മക്ക ഒരു ഭരണാധികാരിയുടെ കീഴിലല്ല, ഒരു ഏക അമീറിൻ്റെ കീഴിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നില്ല, ഒരു പ്രദേശമായിരുന്നില്ല മക്ക എന്ന് പറയുന്നത്. മക്കയിൽ പല ഗോത്രങ്ങളാണുള്ളത്. പല ഗോത്രങ്ങൾക്കും അവരുടെ നേതാവ്, ഗോത്ര തലവനാണ് അവരുടെ അമീറായുണ്ടായിരുന്നത്. ഖുറൈശികൾക്കൊരു നേതാവാണ്, ഹവാസിൻ ഗോത്രത്തിന് മറ്റൊരു നേതാവാണ്. ഒരുപാട് ഗോത്രങ്ങളുള്ള ആ മക്ക അറേബ്യൻ പ്രദേശങ്ങളിൽ ഓരോ ഗോത്രക്കാരും ഓരോ അമീറിൻ്റെ കീഴിലായാണ് ജീവിക്കുന്നത്. അവരെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു ഭരണാധികാരി, ഒരു ഭരണകൂടം മക്കയിൽ നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഗോത്രങ്ങൾ തമ്മിലുണ്ടാകുന്ന ആ വഴക്കുകൾ യുദ്ധത്തിലാണ് കലാശിക്കാറ്. ഹർബുൽ ഫിജാർ എന്ന പേരിൽ അറിയപ്പെട്ട 4 യുദ്ധങ്ങളും നടന്നത് അങ്ങനെ തന്നെയാണ്. ഒന്നാമത് നടന്ന ഹർബുൽ ഫിജാർ, അന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വയസ്സു പ്രായമായിരുന്നു. 10 വയസ്സു പ്രായമായ സമയത്താണ് ഹർബുൽ ഫിജാർ ഒന്നാമതായി നടക്കുന്നത്. ബദർ ബിൻ മഅ്ശറിൽ ഗിഫാരി എന്ന് പറയുന്ന കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാള്, അദ്ദേഹം ഉക്കാൽ ചന്ത, അവിടെ നടക്കുന്ന വർഷത്തിൽ നടക്കുന്ന അറിയപ്പെട്ട വലിയ ചന്തയാണ്. പല നാടുകളിൽ നിന്നും ആളുകൾ വന്ന് കച്ചവടം ചെയ്യുകയും സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ ഉക്കാല് ചന്ത പ്രസിദ്ധമാണ്. ആ ഉക്കാല് ചന്തയിൽ അദ്ദേഹം വന്നിരുന്നു കൊണ്ട് തൻ്റെ കാല് നീട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം അഹങ്കാരത്തോടുകൂടെ പറയുന്നത്, അനഅസുൽ അറബ്, അറബികളിലെ ഏറ്റവും മുന്തിയ ആള് ഞാനാണ്, ഏറ്റവും യോഗ്യനായ ആള് ഞാനാണ്, എന്നേക്കാളും മുന്തിയ, എന്നേക്കാളും വലിയ ഒരു അറബി ഉണ്ട് എന്ന് ആർക്കെങ്കിലും അവകാശവാദമുണ്ടെങ്കിൽ
ആണായി പിറന്നവനാണ് അവനെങ്കിൽ ഫല്യദ്രിബ് ബിസ്സൈഫി റിജ്ലി, അവൻ എൻ്റെ കാലു വെട്ടട്ടെ എന്ന് പറഞ്ഞ് ബദർ ബിനു മഅ്ശർ എന്ന് പറയുന്നയാള് തൻ്റെ 2 കാലും നീട്ടിവെച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഉക്കാദ് ചന്തയിൽ വെച്ചുകൊണ്ട് തൻ്റെ കാല് മുറിക്കാൻ പറയുമ്പോൾ ഒരു മനുഷ്യൻ ചാടി വീണുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് വെട്ടിമുറിക്കുകയാണ്. മുറിവേൽപ്പിച്ചു എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. മറ്റു ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചെടുത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ടെന്നാണ്. ഇതിനെ ചൊല്ലി തർക്കം നടക്കുകയും അവസാനം അത് യുദ്ധത്തിൽ കലാശിക്കുകയുമാണ് ചെയ്തത്. അന്ന് നബി തങ്ങൾക്ക് 10 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. രണ്ടാമത് നടക്കുന്ന ഒരു യുദ്ധവും ഉക്കാദ് ചന്തയിൽ വെച്ചു തന്നെയാണ് അതിൻ്റെ തുടക്കം. ഉക്കാദ് ചന്തയിൽ ബനു ആമിർ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് കച്ചവടത്തിന് വരുന്നു. ആ പെണ്ണ് കച്ചവടം ചെയ്യുന്ന സമയത്ത് അവളുടെ മുഖം മറച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്നെ വന്നുകൊണ്ട് പറയുന്നു, നിന്റെ മുഖം വെളിപ്പെടുത്തണം, നിന്റെ മുഖം എനിക്ക് കാണണം, മുഖം വെളിപ്പെടുത്തണമെന്ന് ഖുറൈശി കിങ്കരനായ ഒരാൾ, കിനാന വർഗത്തിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പറയുമ്പോൾ പെണ്ണതിന് വിസമ്മതിക്കുകയാണ്. ഞാൻ സമ്മതിക്കില്ല എന്ന്. ഇദ്ദേഹം ഈ സ്ത്രീ അറിയാതെ അവളുടെ പിന്നിലേക്ക് ചെന്നുകൊണ്ട് അവളുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് കയറെടുത്ത് കെട്ടി അവിടെയുള്ള ഒരു മുൾമരത്തിൽ കെട്ടിയിടുകയാണ്. ഇതാ സ്ത്രീ അറിയുന്നില്ല. അല്പസമയം കഴിഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ വസ്ത്രം ആ മുള്ളിൽ കെട്ടിയിരിക്കുന്നത് കാരണം അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ വസ്ത്രം കീറിപ്പോവുകയാണ്. തൻ്റെ ശരീരത്തിന്റെ പിൻഭാഗം പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ ശരീരത്തിന്റെ പിൻഭാഗം കണ്ട ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ദേഷ്യം വന്ന ഈ പെണ്ണ് ആ ഉക്കാദ് ചന്തയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ ബനി ആമിർ, തൻ്റെ ഗോത്രക്കാരെ വിളിക്കുകയാണ്. അവരാസകലം ആയുധവുമായി ഈ പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ ഇദ്ദേഹം ഖുറൈശിയാൻ, കിനാന ഗോത്രക്കാരനാണ്. അദ്ദേഹം ഖുറൈശികളെയും യാ ബനി കിനാന എന്ന് കിനാനക്കാരെയും വിളിക്കുകയാണ്. 2 കൂട്ടക്കാരും അവിടെ വരുന്നു. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ചൊല്ലി യുദ്ധം നടക്കുകയാണ്. മൂന്നാമത് നടക്കുന്ന ഒരു യുദ്ധം അതും ഉക്കാദ് ചന്തയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നടക്കുന്നത്. ബനു ആമിർ ഗോത്രക്കാരനായ ഒരാളിൽ നിന്ന് കിനാന ഗോത്രക്കാരനായ ഒരാൾ അല്പം കടം വാങ്ങിയിരുന്നു. ആ കടം തിരിച്ചു കൊടുക്കുന്നില്ല. താൻ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്ര ആവശ്യപ്പെട്ടാലും കടം കൊടുക്കാതെ വന്ന് അവസാനം അത് സംസാരിച്ച് തർക്കത്തിലെത്തുകയാണ്. ആ തർക്കം പിന്നീട് യുദ്ധത്തിലാണ് കലാശിക്കുന്നത്. അങ്ങനെ 3 തവണ ഹർബുൽ ഫിജാർ എന്ന പേരിൽ യുദ്ധം നടക്കുകയാണ്. 4ാമത് നടന്ന അവസാനത്തെ യുദ്ധം 6 തവണകൾ ഉണ്ടായിട്ടുണ്ടെന്നും ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. 4 തവണകളാണെന്നതാണ് പ്രസിദ്ധമായത്, പ്രബലമായ വീക്ഷണം. ഈ 4 തവണകൾ 4ാമത് നടക്കുന്ന യുദ്ധം അത് ഖുറൈശികളും കിനാനയും, മറുഭാഗത്ത് ഹവാസിൻ ഗോത്രക്കാർ കൈസൈലാൻ എന്ന് പറയുന്ന ഒരു വിഭാഗവുമാണ്. ആ യുദ്ധത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാഗവാക്ക എന്ന് പറയുന്നത്. തൻ്റെ പിതൃവ്യർ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്ത് തനിക്ക് 14 വയസ്സ് പ്രായമായ സമയത്താണ് ആ യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് അബൂ താലിബ് ആ യുദ്ധത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകാറുണ്ടായിരുന്നുവത്രേ. ആ യുദ്ധം നടക്കുന്നതും ഉക്കാദ് ചന്തയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. നുഅ്മാൻ ഇബ്നു മുൻദിർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്ന വലിയ കച്ചവട ചരക്ക് ആരാണ് ഇത് ഉക്കാദ് ചന്തയിൽ കൊണ്ടുപോയി ചെലവാക്കുക? ഉക്കാദ് ചന്തയിൽ വരുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ കച്ചവട ചരക്ക് കിട്ടണം, അവിടെ കൊണ്ടുപോയി ഇത് ചെലവാക്കണം, എന്നിട്ട് അവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. ഇതിനാരാണ് തയ്യാറാവുക എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുന്നത് കിനാനയിൽപ്പെട്ട ബർറാദ് ബിനു ഖൈസ് എന്ന് പറയുന്നയാളാണ്. ബർറാദ് ബിനു ഖൈസ് എന്ന് പറയുന്നത് ഒരു ധിക്കാരിയാണ്, അക്രമകാരിയാണ്. അദ്ദേഹത്തിന്റെ കടുത്ത മോശപ്പെട്ട സ്വഭാവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അദ്ദേഹത്തെ പലപ്പോഴായി മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഈ ബർറാദ് പറയുന്നു, എന്റെ ഗോത്രമായ കിനാന ഗോത്രക്കാരുടെ മുമ്പിലൂടെ കൊണ്ടുപോവാൻ, അവരുടെ മുമ്പിൽ കൊണ്ടുപോയി അത് ചെലവാക്കാൻ, അവരിലേക്ക് നിങ്ങളെ സാധനം എത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. നുഅ്മാൻ ഇബ്നു മുൻദിർ പറയുന്നു, ഇല്ല, അതുമാത്രം എനിക്ക് പോരാ. ആ ഉക്കാദ് ചന്തയിൽ വരുന്ന ഏത് ഗോത്രക്കാരുടെ അരികിലേക്കും എൻ്റെ കച്ചവട സാധനം എത്തണം, അവരൊക്കെയും എൻ്റെ കച്ചവട സാധനം വാങ്ങണം, എല്ലാവരും എൻ്റെതറിയണം. ഇതിനാരാണ് തയ്യാറെന്ന് ചോദിക്കുമ്പോൾ ഹവാസിൻ ഗോത്രക്കാരനായ ഉർവത്തുർ റഹാൽ എന്ന് പറയുന്നയാൾ പറയുന്നു, ഞാൻ തയ്യാറാണ്. ഉക്കാദ് ചന്തയിൽ എവിടെയും നിങ്ങളുടെ സാധനം കൊണ്ടുപോയി കച്ചവടം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ധിക്കാരിയായ കിനാന ഗോത്രക്കാരനായ ബർറാൽ എന്നയാൾ ചോദിക്കുന്നത്, തുജീറുഹ അല കിനാന, എന്റെ ഗോത്രമായ
കിനാന ഗോത്രത്തിലേക്കും അത് നടപ്പിലാക്കാൻ അവരിലേക്കും അത് കൊണ്ടുപോവാൻ അവരുടെ മുമ്പിലും കൊണ്ടുപോയി ചെലവാക്കാൻ നീ തയ്യാറാണോ? നഅം അലാ കിനാന വഅലൽ ഖൽഖി കുല്ലി. കിനാന മാത്രമല്ല, അവിടെ വരുന്ന സകല പടപ്പുകളിലേക്കും ഇദ്ദേഹത്തിന്റെ കച്ചവടം ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് ധൈര്യസമേതം നുഅ്മാൻ ബിൻ മുൻദിറിന്റെ കച്ചവട ചരക്കിനെ കുറിച്ച് ബറാദിനോട് പറയുമ്പോ ആ ധിക്കാരിയായ ബറാദ് പറയുന്നത് എങ്കിൽ അതെനിക്കൊന്നു കാണണമെന്നാണ്. ഇദ്ദേഹം ഇത് പറയുന്നു. ഉർവത്തുർ റഹാൽ എന്ന് പറയുന്നയാള് ഇദ്ദേഹത്തിന്റെ നുഅ്മാൻ ബിൻ മുൻദിറിന്റെ കച്ചവട ചരക്കുമായി ഉക്കാദയിലേക്ക് തിരിക്കുകയാണ്. പോകുന്ന യാത്രാ സമയത്ത് വഴിമധ്യേ ഇദ്ദേഹം ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിക്കുകയാണ്. ഉർവ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സന്ദർഭത്തിലേക്ക് ഉർവയുടെ അരികിലേക്ക് പെട്ടെന്ന് ബറാദ് ചാടി വീഴുകയാണ്. ഇദ്ദേഹം ചാടി വീണുകൊണ്ട് ഉർവ എന്നയാളെ ഉണർത്തിയിട്ട് തന്റെ വാള് നേരെ മുമ്പിലേക്ക് പിടിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി ആംഗ്യം കാണിക്കുമ്പോൾ ഉർവ എന്ന് പറയുന്നയാള് കേണപേക്ഷിക്കുകയാണ്. മാപ്പാക്കണം ബറാദ്, എന്നിൽ നിന്ന് പറ്റിപ്പോയതാണ്. കത് കാന മിന്നി സല്ലത്തും വഹഫുവ, ഞാൻ അറിയാതെ പറ്റിയതാണ്. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, നിന്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം, ലാത്തക്ക് തുല്ലി, എന്നെ കൊല്ലരുതെന്ന് പറയുമ്പോൾ ബറാദ് എന്ന് പറയുന്ന ആ ധിക്കാരി അദ്ദേഹത്തെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ഹവാസിൻ ഗോത്രക്കാരനായ ഉർവ എന്ന് പറയുന്നയാളെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ബറാദ് എന്ന് പറയുന്നയാൾ പിന്നീട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. ചില ചരിത്രകാരന്മാർ ഈ ഭാഗവും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഖൈബറിലേക്കാണ് അദ്ദേഹം പോയത്. ഖൈബറിലേക്ക് ഇദ്ദേഹം പോയി. ഉർവ എന്ന് പറയുന്ന ഹവാസിൻ ഗോത്രക്കാരനെ ബറാദ് കൊന്ന വിവരം ഹവാസിൻ ഗോത്രക്കാർ അറിയുകയാണ്. അവരും ഖുറൈശികളും ഒക്കെ ഉക്കാദ് ചന്തയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹവാസിൻ ഗോത്രക്കാരിൽപ്പെട്ട രണ്ടാളുകൾ ബറാദിനെ അന്വേഷിച്ച് ഖൈബറിലേക്ക് പോവുകയാണ്. ബറാദിനെ കണ്ടാൽ അവർക്കറിയില്ല, കേട്ടുമാത്രമേ പരിചയമുള്ളൂ. അവരെത്തിപ്പെടുന്നത് ബറാദിന്റെ മുമ്പിലാണ്. ബറാദ് ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ? ഞങ്ങൾ ഹവാസിൻ ഗോത്രക്കാരാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഉർവ എന്ന് പറയുന്നയാളെ ധിക്കാരിയായ അക്രമകാരിയായ ബറാദ് അക്രമപരമായി കൊന്നിരിക്കുന്നു, അതിന് പകരം ചോദിക്കാനാണ്. അതുകൊണ്ട് ബറാദിനെ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് അവർ ചോദിക്കുന്നത് ബറാദിനോടാണ്. അവർക്ക് മനസ്സിലായിട്ടില്ല ബറാദാണിതെന്ന്. അദ്ദേഹം പറയുന്നു, എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബറാദ് എവിടെയാണെന്ന് എനിക്കറിയാം, നിങ്ങളിൽ ഒരാൾ എൻ്റെ കൂടെ വരൂ. ഇദ്ദേഹം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ വാഹനത്തെയും നിങ്ങളുടെ ഭക്ഷണത്തെയും നോക്കി ഇവിടെ നിൽക്കട്ടെ. ബറാദ് കിടക്കുന്ന സ്ഥലം എനിക്കറിയാം എന്ന് പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ട് തനിക്ക് ഇദ്ദേഹത്തെ കൊല്ലാൻ പറ്റുന്ന ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ബറാദ് ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ഇദ്ദേഹത്തെയും കൊല്ലുകയാണ്. തിരിച്ചു വന്നുകൊണ്ട് മറ്റേയാളോട് പറയുന്നത്, ബറാദിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ആ ബറാദിന്റെ പിടിയിൽ നിന്നും നിങ്ങളുടെ സഹോദരനെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് രണ്ടുപേർക്കും പോകാം, ബറാദിനെ ഞാൻ കാണിച്ചു തരാമെന്ന് ഇദ്ദേഹത്തെയും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇദ്ദേഹത്തെയും കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുകയാണ്. ഈ വിവരവും ഈ ഭാഗവും ചരിത്രത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഈ ഹവാസിൻ ഗോത്രക്കാരായ 3 പേരെയും കൊല ചെയ്ത വിവരം ഉക്കാദ് ചന്തയിലേക്ക് ലഭിക്കുകയാണ്. ഉക്കാദ് ചന്തയിലേക്ക് ആ വിവരം ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബറാദ് എന്ന ഈതിക്കാരിയായ കൊലപാതകയായ കിനാനക്കാരന്റെ വിവരം കിനാനത്ത് ഗോത്രക്കാരിലേക്ക് ആരോ എത്തിച്ചു പറയുന്നു. ഈ യുദ്ധം ഹറാമായ നിഷിദ്ധമായ ഈ സന്ദർഭത്തിൽ ഉർവത്തുർ റഹാലിനെ ബറാദ് കൊന്നിരിക്കുന്നു എന്ന്. അദ്ദേഹം ഹവാസിൻ ഗോത്രക്കാരനാണെന്ന് ഖുറൈശികൾക്കറിയാം. ഖുറൈശികൾ അതേ സമയത്തു തന്നെ ഉക്കാദ് ചന്തയിൽ നിന്ന് മെല്ലെ മാറുകയാണ്. അവർ മക്കയിലേക്ക് ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെയാണ് ഹവാസിൻ ഇതറിയുന്നത്, ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരെ കൊല ചെയ്തിരിക്കുന്നു എന്ന്. ഹവാസിൻ ഗോത്രക്കാരും പോകുന്നു, ഖുറൈശികളെ തേടിപ്പിടിച്ച് കിനാനക്കാരെ തേടിപ്പിടിച്ചു പോകുന്നു. അവർ ഹറമിലേക്ക് പ്രവേശിച്ചു. യുദ്ധമൊന്നും നടക്കുന്നില്ല. ഹറം അവർക്ക് പവിത്രമാണ്. അന്നും ഇന്നും പവിത്രമായി അവർ കണ്ടിരുന്ന മണ്ണാണ് ഹറം. ആ ഹറമിൽ നിന്ന് പിറ്റേ ദിവസം അവർ പുറത്തു വരുമ്പോ യുദ്ധം നടക്കുകയാണ്. ഖുറൈശികളും അവരുടെ സഖ്യകക്ഷിയായ കിനാനക്കാരും ഹവാസിൻ ഗോത്രക്കാരും തമ്മിലാണ് യുദ്ധം. അതിശക്തമായ യുദ്ധമാണ്. 4 ദിവസം അതിഘോരമായ യുദ്ധം നടന്നിട്ടുണ്ടെന്നാണ്. അതിൽ 3-ാമത്തെ ദിവസമാണ് അതികഠിനമായ രീതിയിൽ യുദ്ധം നടന്നത് എന്ന് കാണാം. കിനാന ഖുറൈശി ഗോത്രക്കാര് ഹവാസിൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുകയാണ്. നിമിഷ നേരങ്ങളെ കൊണ്ട് അവരെ കൊല ചെയ്യാൻ, ഹവാസിൻ ഗോത്രക്കാരിൽപ്പെട്ടവരെ കൊല്ലാൻ കിനാന ഖുറൈശ് ഗോത്രത്തിന് കഴിയുകയാണ്. അവസാനം അവർ പറയുന്നത് അടുത്ത വർഷം നമുക്ക് കാണാമെന്നാണ്. അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞവർ പിരിയുകയാണ്. നിശ്ചയിക്കപ്പെട്ടത് പ്രകാരം പിറ്റേ വർഷം അവർ വരികയാണ്. ഹവാസിൻ ഗോത്രക്കാര് വരുന്നു, ഖുറൈശികളും കിനാനക്കാരും വരുന്നു. യുദ്ധത്തിന് തയ്യാറായാണ് വരുന്നത്. ആ കൂട്ടത്തിൽ ഖുറൈശികളിൽപ്പെട്ട
ഉത്ബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന അന്നത്തെ ചെറുപ്പക്കാരനാണ് അദ്ദേഹം, ചെറുപ്രായമാണ്. ആ ഉത്ബത്ത് ബിൻ റബിയ വന്നുകൊണ്ട് പറയുന്നത് നമുക്കൊരു സന്ധിയിൽ ഏർപ്പെടാമെന്നാണ്. ഹവാസിൻ ഗോത്രക്കാരോട് പറയുന്നത്, നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, അതിനു പകരമായി നിങ്ങൾക്ക് ഞങ്ങൾ പണം നൽകാം, പകരം ഞങ്ങളിൽപ്പെട്ട ആരെയും നിങ്ങൾ കൊല്ലരുത് എന്നാണ്. യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം, നിങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ അത്രയും എണ്ണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പണം നൽകാം എന്ന് പറയുമ്പോൾ, എന്നിട്ട് അവർ പറയുന്നത് നദ്ഫഇലൈക്കും റഹ്ന, ഞങ്ങൾ അത് നൽകുന്നതുവരെ ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ നിങ്ങളുടെ അരികിലേക്ക് പണയം വെക്കുന്നത് പോലെ നൽകാം, അവർ നിങ്ങളുടെ കയ്യിൽ നിൽക്കട്ടെ, ഞങ്ങൾ പണം നൽകിയതിന് ശേഷം മാത്രമേ അവരെ നിങ്ങൾ വിട്ടുതരേണ്ടതുള്ളൂ എന്ന് ഒരു സന്ധിയിലേക്ക്, ഒരു കരാറിലേക്ക് ഇദ്ദേഹം വിളിക്കുമ്പോൾ ഹവാസിൻകാർ ചോദിക്കുന്നത്, മന്നന്ത, ആരാണു നീ, ആരാണു നീ? അദ്ദേഹം പറയുന്നു, അന ഉത്തുബ, ഞാൻ ഉത്തുബയാണ്. എങ്കിൽ ശരി, ഞങ്ങൾ സമ്മതിക്കാമെന്നാണ്. അവർ സമ്മതിക്കാമെന്ന് പറഞ്ഞ് 40 ആളുകളെ ഹവാസിൻ ഗോത്രക്കാരിലേക്ക് നൽകുകയാണ്, അവരുടെ പണം കൊടുക്കുന്നതിന് രേഖയായി. പണം കൊടുത്താൽ മാത്രം തിരിച്ചു നൽകിയാൽ മതി എന്ന് പറഞ്ഞ് 40 ആളുകളെ കൊടുക്കുന്ന കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദര പുത്രൻ ഹക്കീം ഇബ്നു ഹിസാം എന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നെന്നാണ്. അവരടക്കമുള്ള 40 ആളുകളെ അവരിലേക്ക് കൊടുത്തുകൊണ്ടാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. ആ ഒരു സന്ധിയുടെ പേരിലാണ് യുദ്ധം അവസാനിക്കുന്നത്. ആ യുദ്ധത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബ് എന്നവർ നബി തങ്ങൾക്ക് 14 വയസ്സ് പ്രായമായിരിക്കുന്ന സമയത്ത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. നബിയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിജയം ഖുറൈശികൾക്ക് വരികയാണ്, കിനാന ഗോത്രക്കാർക്ക് വരികയാണ്. നബിയും അബൂ താലിബും അവിടെ നിന്ന് മടങ്ങിയാൽ ഹവാസിൻ ഗോത്രക്കാരാണ് വിജയത്തിലേക്ക് വരുന്നത്. കിനാന ഗോത്രക്കാർ പറയാറുണ്ടായിരുന്നത്ര, ലാ അബാലക് ലാ തഗ്ബി അന്ന, മുഹമ്മദേ, അബൂ താലിബ്, ഇവിടെ നിന്ന് നിങ്ങൾ പോവരുത്, നിങ്ങളുണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് വിജയമെന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്നാണ്. ആ യുദ്ധത്തിലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുന്തു അംബുലു അലാ അഅ്മാമി ഐ അറുദ്ദു അൻഹും നബ്ലാദുവിഹിം ഇദാ റമൗഹും. ശത്രുക്കൾ ആ ഹർബുൽ ഫിജാർ യുദ്ധത്തിൽ, 4ാമത് നടന്ന ഹർബുൽ ഫിജാർ യുദ്ധത്തിൽ എൻ്റെ ഗോത്രക്കാരായ ഖുറൈശികളാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അതിലെൻ്റെ പിതൃ സഹോദരന്മാരുണ്ട്, എൻ്റെ പിതൃ സഹോദരിമാരുണ്ട്. അവരൊക്കെയും ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സമയത്ത് എന്നെയും അബൂ താലിബ് അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ യുദ്ധത്തിൽ വെച്ച് ചെയ്തിരുന്നത്, എൻ്റെ പിതൃ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എതിരെ വരുന്ന അമ്പുകളെ ഞാൻ തടുക്കുകയായിരുന്നു, അവരെ ഞാൻ പ്രതിരോധിക്കുകയായിരുന്നു, അവരെ ഞാൻ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടത്തേക്ക് 14 വയസ്സ് പ്രായമായപ്പോൾ നടന്ന ഹർബുൽ ഫിജാർ യുദ്ധത്തെക്കുറിച്ചാണ്. ആ യുദ്ധത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പങ്കെടുത്തിരുന്നത് ഈ രീതിയിലായിരുന്നു. യുദ്ധം വരാനുണ്ടെന്നും ആ യുദ്ധത്തിന്റെ സ്ഥിതികൾ എന്തൊക്കെയാണെന്നും അറിയിക്കാൻ കൂടിയായിരിക്കാം അല്ലാഹുവിൻ്റെ ഹബീബിനെ 14 വയസ്സ് പ്രായമായ സമയത്ത് അബൂ താലിബ് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധം കാണിച്ചു കൊടുത്തത്. നബി തങ്ങൾ നേരിട്ടതിൽ ഇറങ്ങി പോരാടിയിട്ടില്ലെങ്കിലും തൻ്റെ പിതൃ സഹോദരിമാർക്കെതിരെ വരുന്ന അമ്പിനെ അല്ലാഹുവിൻ്റെ റസൂൽ കാത്തിരുന്നു എന്നാണ്. അതിനുശേഷം നടന്ന ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിവരിക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.